വിദ്വേഷപ്രസംഗ കേസിൽ കഴിഞ്ഞ ദിവസം റിമാൻഡിലായ പൂഞ്ഞാർ മുൻ MLA PC ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന് വൈദ്യപരിശോധന നടത്തി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. PC ജോർജിന്റെ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ്. ആ പോസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോളട്ടെ. പലപ്പോഴും പല വിധത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട്, കമൻസുകൾ കൊണ്ട് പലരുടെയും ശത്രുത സമ്പാദിച്ച ഒരു വ്യക്തിയാണ് PC ജോർജ് എന്നത് തുറന്നു പറയുകയാണ്. അത് പലപ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ പരാമർശങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശത്രുക്കൾ ഏറെയാണ്. പക്ഷേ അദ്ദേഹം തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ അതിൽ വാസ്തവമുണ്ട് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുമ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വോട്ടിന് വേണ്ടി ഒരുത്തന് മുന്നിലും തലകുനിക്കാത്ത PC, ആ പേരിലാണ് പോസ്റ്റ് പ്രചരിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റത്തിൻ്റെ, ആരുടെയും മുഖം നോക്കാതെ പറയുന്ന ആ ഒരു രീതിക്ക് ഏറ്റവും നല്ല ഒരു വിശേഷണം എന്ന് പറയുന്നത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് വേദികളിലും മുസ്ലിം വേദികളിലും ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും എന്നെ സുഡാപ്പിയാക്കിയില്ല. റോഡ് വീതി കൂട്ടാൻ അരുവിത്തുറ പള്ളിയുടെ മതിൽ ബലമായി പൊളിച്ചപ്പോൾ പോലും ഒരു അരുവിത്തുറക്കാരനും എന്നെ ഊരുവിലക്കിയില്ല. ഒരുപാട് ആരാധനാലയങ്ങൾ പണിയാൻ സംഭാവന കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ചിത്രമാലേഖനം ചെയ്ത ടീഷർട്ട് ഉയർത്തി കാട്ടിയപ്പോൾ ചിലർക്ക് ഞാൻ പെട്ടെന്ന് വെറുക്കപ്പെട്ടവനായി. സീതാദേവിയുടെ നഗ്നചിത്രം വരച്ച MF ഹുസൈന് അവാർഡ് കൊടുത്തപ്പോൾ വിമർശനം ഉന്നയിച്ചപ്പോഴും എന്നെ ചിലർ ആക്രമിച്ചു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് പട നയിച്ചപ്പോൾ എന്നെ ചിലർ RSS ആയി ചിത്രീകരിച്ചു. ശബരിമല വിഷയത്തിന്റെ പേരിൽ K സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ എന്നെ ഊരുവിലക്കാൻ ഒരു പ്രദേശത്തെ മഹല്ലുകളിൽ ഫത്വ പുറപ്പെടുവിച്ചു. എന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചൊരു സമൂഹം ചിലർ പരത്തിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് കയറി ചൊറിഞ്ഞപ്പോൾ ഞാനും ഒന്ന് മാന്തി. അതിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ കൊടുത്തപ്പോൾ വീണ്ടും ഞാൻ ചിലർക്ക് വർഗീയവാദിയായി. നമ്മളുടെ മാത്രം കൂടെ നിന്നാൽ മതേതരം, അല്ലെങ്കിൽ വർഗീയം. അതിന് കുടപിടിക്കാൻ വോട്ട് ബാങ്ക് പേടിയുള്ള അഭിനവ മൈക്കുട്ടിമാരെയും കുന്നപ്പള്ളിക്കാരെയും കിട്ടും. പൂഞ്ഞാറുകാരൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജിനെ കിട്ടില്ല എന്നാണ് PC ജോർജ്. ഈ പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ 100% വസ്തുത ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. പക്ഷെ പലരെയും പേടിച്ച്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും പറയാൻ മടിച്ച് എല്ലാവരും PC ജോർജിനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കും. PC ജോർജിനും ജമാഅത്തെ ഇസ്ലാമിക്കും രണ്ട് നീതിയോ എന്ന കഴിഞ്ഞ ദിവസം കാസ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അത് PC ജോർജിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു കാസയുടെ പ്രതികരണം വന്നത്. കാരണം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ PC ജോർജിന് ആ ഒരു തുറന്ന ചർച്ചയ്ക്കിടയിൽ മതമൗലികവാദത്തെ ന്യായീകരിക്കുകയും വെള്ളപൂശം ശ്രമിക്കുകയും ചെയ്ത ലീഗുകാരനുമായുള്ള വാഗ്വാദത്തിനിടയിലാണ് ആ സംഭാഷണത്തിനിടയിൽ നാക്കുപിഴയുണ്ടായതും ക്ഷമാപണം നടത്തിയതും. അതിനെ തുടർന്ന് ഇത്രയും സംഭവങ്ങളുണ്ടായത്. പക്ഷേ പാലായിൽ ശിവലിംഗം കണ്ടെടുത്ത പാലാ രൂപതയുടെ ഭൂമിയിൽ ക്ഷേത്രസമിതി അവകാശവാദം ഉന്നയിച്ചെന്നും പാലാ ബിഷപ്പ് തള്ളിക്കളഞ്ഞെന്നും ഒക്കെ വ്യാജ വാർത്ത ഇറക്കി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ അടിപ്പിക്കാൻ, മതസ്പർദ്ധ ഉണ്ടാക്കാൻ കാരണമായതിനെ പാലാ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടും ദിവസങ്ങളായിട്ടും കേസെടുത്തിട്ടില്ല. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞമ്മൻ്റെ ആളുകളുടെ കൂടെ നിന്നാൽ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ കൂടെ നിന്നാൽ മറ്റൊരു രീതി എന്നുള്ള PC ജോർജിൻ്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെയാണ് ഏറെ ശ്രദ്ധേയമാവുന്നത്. എപ്പോഴും എല്ലാ മതക്കാർക്കും ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തി പറയുകയോ ഒന്നും മറ്റൊന്നിനേക്കാൾ വലുതാണ് എന്ന് പറയുകയോ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മറ്റുള്ളവരെക്കാൾ വലുതാണ്, അങ്ങനെ ഒന്നുമല്ല. പക്ഷേ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം. അതും പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാതെ വരുന്നത്. എന്തായാലും ഇവിടെ ഒരു ശുദ്ധമായ ഒരു വേറിയ കൃത്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. PC ജോർജിൻ്റെ ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാവുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്നവർ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മാനസികമായി എതിർപ്പുള്ളവർ പോലും അദ്ദേഹം പറയുന്നതിൽ സത്യമില്ലേ എന്ന് ചിന്തിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കമൻസ്.